ഹേയ് മിനാസാൻ കോണിച്ചിവ യൊറോഷ്കോ നഗായിഷിമാസ് സുതശ്വ ഷിൻഡേസ്. ഇന്നത്തെ യാത്ര എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വളരെ പുതുമയുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എവിടെയാണെന്നോ പോപ്പുലർ ആണെങ്കിലും പക്ഷേ അധികം ആരും പോകാത്ത ഒരു സ്ഥലത്തേക്കാണ്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. കാണാൻ ഒരു IT കമ്പനി പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് സിംഗപ്പൂരിന്റെ നാഷണൽ ലൈബ്രറി, മറ്റൊരു പേരിൽ പറഞ്ഞ ലീകോങ് ചിയാൻ റഫറൻസ് ലൈബ്രറി. എൻ്റെ മനസ്സിലെ ലൈബ്രറി ഇങ്ങനെയല്ല, ഞാൻ കണ്ടു വളർന്ന ലൈബ്രറികളും ഇങ്ങനെയല്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെ വരാൻ എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം. സിംഗപ്പൂർ നാഷണൽ ലൈബ്രറി വിക്ടോറിയ സ്ട്രീറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സിംഗപ്പൂരിന്റെ പ്രധാന ലൈബ്രറി ഫെസിലിറ്റീസിൽ ഒന്നാണ്. സിംഗപ്പൂർ ലൈബ്രറി എന്ന പേര് കേൾക്കുമ്പോൾ ബുക്സ് മാത്രമുള്ള ഒരു സ്ഥലം എന്ന് തോന്നും. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. റീഡിംഗ്, സ്റ്റഡിയിങ്, റിസർച്ച് ചെയ്യുന്നവർക്ക് മാത്രമല്ല, സിംഗപ്പൂരിന്റെ ഹിസ്റ്ററി, കൾച്ചർ, ലിറ്ററേച്ചർ എന്നിവയെക്കുറിച്ച് അറിയാനും ഇവിടെ നല്ല റിസോഴ്സസ് ഉണ്ട്. ഒരാൾക്കൂട്ടം കണ്ടു. എന്താ അവിടെ നടക്കുന്നതെന്ന് പോയി നോക്കാം. എൻ്റെ പറഞ്ഞ ഇജാതി പെർഫോമൻസ്, ഇതൊക്കെ TV-യിൽ കണ്ട എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. പക്ഷേ ഇത് നേരിട്ട് അനുഭവിച്ചപ്പോൾ ഇത് എന്തുമാത്രം രസമുണ്ട്, അതിനെ പിടിച്ചിരുത്തി കളയും എന്നുള്ള തരത്തിൽ എനിക്ക് മനസ്സിലായി. സാധാരണ ലൈബ്രറി എന്ന് കേൾക്കുമ്പോൾ നിശബ്ദമായി ബുക്ക് വായിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ബുക്സിൻ്റെ ഇടയിൽ ലൈവ് മ്യൂസിക് പ്രോഗ്രാം, അത് വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അകത്ത് വന്നാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ഹ്യൂജ് കളക്ഷൻ ഓഫ് ബുക്സ് ആണ്. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് അതനുസരിച്ച് ബുക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാർട്ടൂണിൽ ഒരു രാജ്യത്തെ മുഴുവനായി വരച്ചു വെച്ചിരുന്നു. അതെല്ലാം ചെറുതായി നമുക്ക് കാണിച്ചു തരുന്നു. വിവിധങ്ങളായ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ ആളുകൾ, അവരുടെ സംസ്കാരങ്ങൾ, അവയെല്ലാം ആ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ കഴിയും. ലൈബ്രറിയിലേക്ക് പോകാം. എന്താണ് ലൈബ്രറി? പണം കൊടുത്ത് ഓരോ പുസ്തകവും വാങ്ങേണ്ടി വരാതെ പലതരം പുസ്തകങ്ങളും വിവരങ്ങളും ലഭിക്കുന്ന അറിവിന്റെ ഇടമാണ് ലൈബ്രറി. ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ലൈബ്രറി. സത്യം പറഞ്ഞാൽ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോലി ഭാരവും സ്ട്രെസ്സും മനസ്സിലെ ഓരോ വിഷമങ്ങളും മാറ്റാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയതാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഇത്രയും സമാധാനം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിച്ചില്ല. തീർത്തും വളരെയധികം സമാധാനം തരുന്ന കണ്ടോ. ചൈനീസ്, മലായി, തമിഴ്, പിന്നെ ഇംഗ്ലീഷും മെയിൻ ലാംഗ്വേജ്. ഈ 4 ലാംഗ്വേജസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കൾച്ചർ അത്രയധികം ഡിഫറൻസ് ആണ്. ചൈനീസും തമിഴും എന്ന് പറയുമ്പോൾ തന്നെ രണ്ടും 2 ഏരിയയിൽ കിടക്കുന്ന ലാംഗ്വേജാണ്. അപ്പോൾ തന്നെ അത് രണ്ടും ഒരു സ്ഥലത്ത് മെയിൻ ലാംഗ്വേജ് ആണെങ്കിൽ അപ്പോൾ ആ കൾച്ചറിലുണ്ടാകുന്ന രീതികളും മാറ്റങ്ങളും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുട്ടികളുടെ ലൈബ്രറിയിലേക്ക് പോകാം. കിഡ്സിൻ്റെ ലൈബ്രറി അത്രയധികം പെർഫെക്റ്റ് ആയിരുന്നു, അത്രയധികം നീറ്റായിരുന്നു, അത്രയധികം കളർഫുൾ ആയിരുന്നു. അവർക്ക് വേണ്ടി ഒരു ഫ്രീ സ്പേസ് ആണ് ഇവിടെ ഒരുക്കി ചെയ്യുന്നത്. ഓടാനും ചാടാനും ഗെയിം കളിക്കാനും വായിക്കാനും എല്ലാത്തിനും ഇവിടെ സ്ഥലമുണ്ട്. ഇതിനെപ്പറ്റിയുള്ള മറ്റൊരു വീഡിയോ അടുത്തൊരു ഷോർട്സിൽ ഞാൻ ചെയ്യുന്നതാണ്. എവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ചെറിയ രീതിയിലൊരു ഗ്രീനറി അവർ സെറ്റ് ചെയ്യും. കാരണം ഓക്സിജൻ എല്ലായിടത്തും വരണം. കാരണം ഒരു സിറ്റിയിൽ അത് വളരെയധികം അത്യാവശ്യമാണ്. ഈ രാജ്യത്ത് വന്നു പോകുന്നവർ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നു. ഇത് അവർക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയി മാറുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വരുന്ന മനുഷ്യർക്ക് ഫ്രീഡവും സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ സിംഗപ്പൂരിൻ്റെ വളർച്ചയിൽ ഇമിഗ്രേഷനും മൈഗ്രൻ്റ് വർക്കേഴ്സിനും വലിയ പങ്ക്. ചൈന, ഇന്ത്യ, പിന്നെ മലേഷ്യ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ആളുകളുടെ എത്തി വ്യാപാരം, തുറമുഖ നിർമ്മാണം, സേവനം എല്ലാ തരത്തിലും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു വളർച്ചയുടെയും കാരണം. ഞാനൊരു കഥ പറയാം. ഒരു പുസ്തകത്തിൻ്റെ പേജിൽ തുടങ്ങിയ യാത്ര. ഒരിക്കൽ സിംഗപ്പൂരിൽ ജോലി ചെയ്യാൻ വന്ന ഒരു യുവാവുണ്ടായിരുന്നു. പുതിയ രാജ്യം, പുതിയ ആളുകൾ, പരിചയമില്ലാത്ത ഭാഷ. ദിവസവും ജോലി കഴിഞ്ഞ് മുറിയിലേക്ക് മടങ്ങുമ്പോൾ അവന് തോന്നും, ഞാനിവിടെ എന്തിനാണ് വന്നത്. ഒരു ദിവസം വെറുതെ നടക്കുന്നതിനിടയിൽ അവൻ ലൈബ്രറിയിൽ കയറി. ആദ്യമൊന്നും വായിക്കാനില്ല, കുറച്ചു നേരം ശാന്തമായി ഇരിക്കുകയായിരുന്നു. അവിടെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഈ പുസ്തകങ്ങളൊക്കെ ഒരാളുടെ ജീവിതത്തിൽ നിന്നാണ് വന്നത്. ഓരോ പുസ്തകത്തിനും ഒരു കഥയുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിനും ഒരു കഥയുണ്ട്. അന്ന് മുതൽ ജോലി കഴിഞ്ഞ് അവൻ്റെ ചെറിയ ഇടം ലൈബ്രറിയായി. ദിവസങ്ങൾ കഴിഞ്ഞു. അവൻ പുസ്തകങ്ങൾ വായിച്ചു, പുതിയ കാര്യങ്ങൾ പഠിച്ചു, സിംഗപ്പൂരിനെ മനസ്സിലാക്കി. ഏറ്റവും പ്രധാനമായും സ്വയം മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വരുന്ന ഒരു ഇടം കൂടിയാണ് ലൈബ്രറികൾ. സിംഗപ്പൂരിൽ ഇനിയും ഒരുപാട് കഥകളും സ്ഥലങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതുവരെ അടുത്ത വ്ളോഗിൽ കാണാം. സ്റ്റേ ഹാപ്പി, കീപ് എക്സ്പ്ലോറിംഗ്. താങ്ക് യു സോ മച്ച്.